ബാൻഡ് നീട്ടുന്നത് പോലെ വലിച്ചു നീട്ടി അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയുണ്ട്. തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ ഇന്ന ആളുടെ കൂടെ ഫോട്ടോ ഉണ്ട്, അപ്പോൾ ഇയാളും കിടക്കട്ടെ. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം എന്ന് നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെടുകയാണ്. സോണിയാഗാന്ധിക്കല്ലേ ഉത്തരവാദിത്വം എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി കേസ് കൺക്ലൂഷൻ ഇല്ലാതെ ആര് എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുപോയി എന്നതിനെക്കുറിച്ച് വളരെ വേഗമായിട്ടുള്ള ഐഡിയ മാത്രമുള്ളൊരു കേസായിട്ട് ഇത് ഇനി അടുത്ത 4 മാസം കൂടി പോണോ? നോക്കൂ അഭിലാഷ്, 2 മിനിറ്റ് ഇവിടെ സംഘപരിവാരത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. അത് കഴിഞ്ഞ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അന്വേഷണത്തിൻ്റെ പരിധിയെ സംബന്ധിച്ചും ഞാൻ പറയാം. ഒന്ന്, ഇവിടെ അവരുടെ 2 ആളുകളുടെയും അഭിപ്രായ പ്രകടനം വളരെ രസാവഹമായി ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. അതിലൊന്ന് ശ്രീ RV ബാബു പറഞ്ഞതാണ്. വാജി വാഹനം എന്തിന് ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ശ്രീ RV ബാബുവാണോ? RV ബാബുവിന് അതിനുള്ള അവകാശവും അധികാരവും ആരാ തന്നത്? ഇതിങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചയിൽ എഴുന്നള്ളിക്കുന്നത് വളരെ മോശമാണ്. അത് നിങ്ങൾ സെൽഫ് ഗോൾ അടിക്കുന്നതിന് തുല്യമാണ്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണം നടക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ അല്ല ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതെന്നാണ് എനിക്കതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഏതൊക്കെ ഫണ്ടിനെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. ഇവിടെ കൊടകരയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടുണ്ട്, കുഴൽപ്പണക്കേസ് അറിയാമല്ലോ. അതുപോലെ തന്നെ കർണാടകയിൽ ഭൂമി വിറ്റ കുംഭകോണ കേസുണ്ട്. ഇത്തരം നേതാക്കന്മാരുടെ നടുവിലിരുന്നു കൊണ്ട് CPM-നെ ജൽപ്പന കഥ പറഞ്ഞ് വിമർശിക്കാൻ വരുന്ന ആളുകളുടെ യുക്തി എന്താണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ പ്രബുദ്ധ ജനതയ്ക്ക് അത് കൃത്യമായി മനസ്സിലാകും എന്ന് മാത്രമേ ഞാൻ ഈ സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ. വേറൊരാൾ പറഞ്ഞത്, ഈ ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുണ്ട് മാറിയതിനെ സംബന്ധിച്ചാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ നിലവാരം ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കണ്ടതാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഒരു സഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വിശേഷിപ്പിച്ചത് അവൻ ഇവൻ എന്നൊക്കെയാണ്. തിരിച്ചിതുപോലെ വിശേഷിപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ VD സതീശൻ്റെ നിലവാരത്തിനൊത്ത് താഴാൻ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകുന്നില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളൂ. പിന്നെ ഉടുമുണ്ടില്ലാതെ ഓടിയതിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ദിരാഭവനിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഉടുമുണ്ടില്ലാതെ സ്വന്തം പാർട്ടിക്കാരുടെ അടിയും തൊഴിയുമേറ്റ് ഉടുമുണ്ടില്ലാതെ ഓടിയ 2 ആളുകളുണ്ട്. അതിലൊന്ന് ഇന്നിപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ ശരചന്ദ്ര പ്രസാദ്. മറ്റൊരാൾ ഇന്ന് കാസർഗോഡിൻ്റെ MP ആണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ ചരിത്രം അനിൽ ബോസിന് അറിയാമോ? അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ചെറു വിരലനക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വന്ന് നിങ്ങളിപ്പോൾ V ശിവൻകുട്ടിക്കെതിരെ എന്തോ ചെയ്തു കളയുമെന്നാണ് പറയുന്നത്. തലസ്ഥാന നഗരിയിലല്ലേ വരുന്നത്. നമുക്ക് അപ്പോൾ അത് അവിടെ വെച്ച് തലസ്ഥാന നഗരിയുടെ തെരുവോരങ്ങളിൽ വെച്ച് കാണാം. ശിവൻകുട്ടി ആരാണെന്നും ഈ പറയുന്ന ആളുകൾ ആരാണെന്നും ഞങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് അത് നേരിട്ട് കാണാനും അതിനെതിരെ എന്താണ് ഞങ്ങൾ എടുക്കുന്ന ആക്ഷൻ എന്നുള്ളതും നിങ്ങൾ അപ്പോൾ കണ്ട് മനസ്സിലാക്കിക്കോ. ശിവൻകുട്ടി ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കും. നിങ്ങളിപ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ആ വാക്ക് മറന്നുപോയി. ഏതോ രൂപത്തിൽ V ശിവൻകുട്ടിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണതെന്ന്. സൂര്യനെ നോക്കി കുരയ്ക്കാനല്ലാതെ ഒരു വക ഉരിയാടാൻ നിങ്ങൾക്ക് കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് അപ്പോൾ തലസ്ഥാന നഗരിയുടെ തെരുവോരത്ത് വെച്ച് ശ്രീ അനിൽ ബോസിനെയും നമുക്കുമായിട്ട് നേരിട്ട് കാണാം. അതാണ് എനിക്ക് സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ അന്വേഷണം സംബന്ധിച്ചാണ്. സോണിയാഗാന്ധിയെ പറയാൻ പാടില്ല. സോണിയാഗാന്ധിയെ പറഞ്ഞാൽ എന്താ? സോണിയാഗാന്ധി ആരാ? സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പറയുന്ന റിമാൻഡ് തടവുകാരനായി കഴിയുന്ന പ്രതി വളയിട്ട് കൊടുക്കുകയോ ബ്രേസ്ലെറ്റ് കൊടുക്കുകയോ ചരട് കെട്ടിക്കൊടുക്കുകയോ ചെയ്തിട്ടുണ്ട്. അതിന് ഉത്തരം പറയാൻ നാളിതുവരെയായി ഹൈക്കമാൻഡിനോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കോ സാധിച്ചിട്ടില്ല. കൂടെ പോയ ആന്റണിക്കോ അടൂർ പ്രകാശനോ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കും. പിന്നീട് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മര്യാദ നിങ്ങൾക്കില്ലാത്തതും ഞങ്ങളുടെ നേതാക്കന്മാർക്കുള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ആ രാഷ്ട്രീയ മര്യാദ. അത് പലപ്പോഴും നിങ്ങൾ ലംഘിക്കുകയാണ്. ഇന്ന് കേരളത്തിന്റെ തെരുവോരത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അത് ലംഘിച്ചിട്ടുണ്ട്. പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് SIT ആർക്ക് വേണോ വിമർശിക്കാം, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. SIT വിമർശിക്കുമ്പോൾ പരോക്ഷമായി ഈ വിമർശനം ചെന്ന് പതിക്കുന്നത് കഴിഞ്ഞ അവസരത്തിൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെയാണ് വിമർശിക്കുന്നത് എന്നല്ലേ?